നമസ്കാരം. +2 വിദ്യാർത്ഥികളും അധ്യാപകരുമൊക്കെ ഇപ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രത്യേകമായി ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്ന സമയമാണല്ലോ. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് മേടിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതോടൊപ്പം തന്നെ സയൻസ് വിദ്യാർത്ഥികളുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് നീറ്റ്, JEE, കീം തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ട പ്രാക്ടീസസ് എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യം. ക്രാഷ് കോഴ്സുകൾ നല്ലതാണോ, എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങണം, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയവയൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസ് വഴി ഷെയർ ചെയ്താൽ അതിനുള്ള ഉത്തരങ്ങൾ തീർച്ചയായും നൽകുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. ആദ്യമേ പറയട്ടെ, ബോർഡ് എക്സാംസ് അടുത്ത് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ഫോക്കസും ബോർഡ് എക്സാമിന് തന്നെ കൊടുക്കുക. +2 സബ്ജക്ട്സിന് ഉണ്ടാക്കിയെടുക്കുന്ന ഫൗണ്ടേഷൻസ് ആണ് നമുക്ക് എൻട്രൻസ് എക്സാമിനും ഹൈലി യൂസ്ഫുൾ ആയി മാറുന്നത്. ഇനി നമുക്ക് ക്രാഷ് കോഴ്സുകൾ എപ്പോൾ തുടങ്ങണം എന്ന് നോക്കാം. ക്രാഷ് കോഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സാധാരണയായി ഒരു 8 മുതൽ 10 ആഴ്ച വരെ സമയമുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും. അതായത് ഒരു 2 to 2.5 months ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്, ഇതുവരെ നമ്മൾ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ലെങ്കിൽ സ്വന്തമായി പഠിക്കുവാൻ ശ്രമിക്കരുത്. ആവശ്യത്തിന് സമയം തികയുകയില്ല. അതുകൊണ്ട് തന്നെ സമയക്കുറവ് കൊണ്ട് ഇനി നമ്മൾ സ്വന്തമായി പഠിക്കാൻ തീരുമാനിക്കുന്നത് റിസ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള കോച്ചിങ് സെന്ററുകളിൽ ചേർന്ന് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഹൈബ്രിഡ് മോഡലിലോ ക്രാഷ് കോഴ്സുകൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. വൈകി തുടങ്ങുന്ന കുട്ടികൾക്ക് സാധാരണയായി 3 ചോയ്സുകളാണ് ഉള്ളത്. ഒന്നാമത് നവംബറിൽ തുടങ്ങാം, അല്ലെങ്കിൽ ജനുവരിയിൽ തുടങ്ങാം. ഇതുമല്ലെങ്കിൽ ബോർഡ് എക്സാമുകൾ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ക്രാഷ് കോഴ്സ് തുടങ്ങാം. ഇതിൽ ഏതാണ് നമ്മുടെ ചോയ്സ് എന്ന് നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ഡിസൈഡ് ചെയ്തുകൊള്ളണം. ഇനി ക്രാഷ് കോഴ്സ് ആയിട്ട് സ്റ്റഡി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട്, നമുക്ക് അനുയോജ്യമായ രീതി, ഇത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അതോ ഹൈബ്രിഡ് മെത്തേഡ് ആണോ വേണ്ടത് എന്ന് തീരുമാനിക്കുകയും ശരിയായ കോച്ചിങ് സെന്റർ തിരഞ്ഞെടുക്കുകയും ചെയ്യുക. രണ്ടാമത്, സമയപരിമിതി ഉണ്ട് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ കൃത്യമായ ടൈം ടേബിളിന്റെ അടിസ്ഥാനത്തിൽ വേണം പഠിക്കുവാനായിട്ട്. തേർഡ്ലി, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിനേഷൻ ഏതുമാകട്ടെ, കീം, JEE, നീറ്റ് ഏതാണെങ്കിലും അതിനതിന് ആവശ്യമുള്ള വെയിറ്റേജുകൾ കൂടുതലുള്ള പോർഷൻസ് പ്രത്യേകമായി പഠിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോർത്ത് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ധാരാളമായി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് വീക്കിൽ മോക്ക് എക്സാമിനേഷൻ ഒന്നെങ്കിലും ചെയ്യുക. പിന്നീടുള്ള ആഴ്ചകളിൽ 2, 3 ഒക്കെ ചെയ്യണം. അതോടൊപ്പം തന്നെ അവസാനമാകുമ്പോഴേക്കും, അതായത് എൻട്രൻസ് എക്സാമിനേഷൻ അടുത്ത് വരുമ്പോഴേക്കും ഇതുവരെ ചെയ്തു തീർത്ത മോക്ക് എക്സാമിനേഷൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് സാധിക്കുന്നതിൽ കൂടുതൽ പഠിച്ച് ഓവർവെൽമിംഗ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കരുത്. അത് നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും. നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ശ്രദ്ധിച്ച് ക്രാഷ് കോഴ്സിന് പ്രിപ്പയർ ചെയ്ത് പഠിച്ചാൽ നന്നായി വിജയം നേടാൻ സാധിക്കുന്നതായിട്ടാണ് കണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ പ്രത്യേകമായി ശ്രദ്ധിച്ച് പഠിച്ചുകൊള്ളുക. തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ്. ഇതോടൊപ്പം തന്നെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ തന്നെ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.